8.5 വർഷത്തിൽ ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ടു. PSC സ്റ്റാഫ് വന്നു, ഇറങ്ങണം എന്ന് വന്നു. എന്റെ പോസ്റ്റിലേക്ക് ആളെ വന്നപ്പോൾ ഞാൻ അവിടെ മാറി. അപ്പൊ ആ ഒരു സമയം മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര വിഷമമാണ്. അത് പെട്ടെന്ന് അങ്ങനെ പോകുന്നുള്ള പ്രതീക്ഷയില്ല നമ്മള്. എന്നാലും നാളെയും കിട്ടും മറ്റന്നാളും കിട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ലേ. പെട്ടെന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഒരു PSC എനിക്ക് കിട്ടിയാൽ ഇതേപോലെ ഞാൻ നാളെ ഇറങ്ങി പോകേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷേ ബികോം കോർപ്പറേഷൻ പഠിച്ച ഒത്തിരി പേരുണ്ട്, ഉണ്ട്. പലർക്കും ഇതിനെപ്പറ്റി അവയർ അല്ലാത്തതുകൊണ്ട് അറിയില്ല. കാരണം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് നാണക്കേടാ ഒറ്റയ്ക്ക് എങ്ങനെയാ പരീക്ഷയ്ക്ക് ഇരിക്കല് വെച്ചിട്ട്. പക്ഷെ ആമ്പിള്ളേരെ എന്നെക്കാട്ടി പെമ്പിളാണ് കൂടുതൽ ചെയ്തത്. ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഇന്ന് നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ എന്നോടൊപ്പം ഉള്ളത് ജിതിൻ നാരായണനാണ്. ജിതിൻ കോപ്പറേറ്റീവ് എക്സാമിൽ 2ാം റാങ്ക് നേടിയിട്ടാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പം ജിതിൻ്റെ യാത്രകൾ എങ്ങനെയാണ് എക്സാമിനെ കണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്തിയത്, ആ ജേണിയാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ജിതിൻ, എങ്ങനെയുണ്ട്? ഒരു 2ാം റാങ്ക് ഒക്കെ നേടിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാലയളവും കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റിയിട്ട് 2ാം റാങ്കിലേക്ക് വന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം എത്ര നാളായിരുന്നു ചെറിയ കാലയളവ് എന്ന് പറയുന്നത്? ഒരു 4-5 മാസം മാത്രമേ ഞാൻ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. 4-5 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ടാണ് ഈ 2nd റാങ്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താ ജിതിൻ പഠിച്ചതൊക്കെ എന്താണ്? ഞാൻ ബികോം കോർപ്പറേഷൻ ആണ്. ബികോം കോർപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇപ്പം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക്? ബികോം കോർപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഹെഡ് ലോണിന്റെ ഓഫീസിൽ ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഡെയിലി വേജിൽ വർക്ക് ചെയ്തിരുന്നു. അത്യാവശ്യം എക്സാം എഴുതലുണ്ട്, പ്രിപ്പറേഷൻ ഇല്ല. ജസ്റ്റ് എവിടെന്നെങ്കിലും നോക്കിയിട്ടൊക്കെ പോയിട്ട് പരീക്ഷയല്ലേ എല്ലാവരും എഴുതുന്ന കൂട്ടത്തിൽ അവരെ പോലെ നമ്മൾ എഴുതി. കാരണം PSC എഴുതുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതുമല്ലോ, അതേപോലെ എഴുതുന്നതായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഒരു ജനുവരിയിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഒരു PSC സ്റ്റാഫ് വന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് മാർച്ചിലൊരു എക്സാം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് അപേക്ഷിച്ചുകൊണ്ട് പോയി എഴുതുക. പിന്നെ കോച്ചിങ് ചെയ്ത് എഴുതണമെന്ന് തോന്നിയത് അതിന് ശേഷമാണ്. എത്ര നാളെടുത്തായിരിക്കും കോച്ചിങ്ങിന് ശേഷം? ജൂൺ ജൂലൈ മാസം തൊട്ടാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങിയത്. സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ കിട്ടിയപ്പോഴത്തേന് 6 മാസത്തിനുള്ളിൽ ഡിസംബറിലായിരുന്നു എക്സാം ഉണ്ടായത്. 2ാമത്തെ റാങ്ക് കിട്ടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് എത്ര നാളായിരുന്നു നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഈ ഓഫീസിലേക്ക്? PSC ഓഫീസിലേക്ക് 8.5 വർഷം. 8.5 വർഷം പോയിക്കൊണ്ടിരുന്നു. 8.5 വർഷത്തിൽ ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ടു. PSC സ്റ്റാഫ് വന്നു, ഇറങ്ങണം എന്ന് വന്നു. എന്റെ പോസ്റ്റിലേക്ക് ആളെ വന്നപ്പോൾ ഞാൻ അവിടെ മാറി. അപ്പൊ ആ ഒരു സമയം മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര വിഷമമാണ്. അത് പെട്ടെന്ന് അങ്ങനെ പോകുന്നുള്ള പ്രതീക്ഷയില്ല നമ്മള്. എന്നാലും നാളെയും കിട്ടും മറ്റന്നാളും കിട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ലേ. പെട്ടെന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഒരു PSC എനിക്ക് കിട്ടിയാൽ ഇതേപോലെ ഞാൻ നാളെ ഇറങ്ങി പോകേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ കോച്ചിങ്ങിന് പോകാനുള്ള സാഹചര്യം, അന്നേരം കോച്ചിങ്ങിനൊന്നും പോകാൻ ചാൻസ് ഇല്ലായിരുന്നു, നോക്കിയില്ല. പിന്നെ എന്താ പറയുക, ഒരു മാർച്ചിലൊരു എക്സാം ഉണ്ട്. മാർച്ചിൽ പോയി എക്സാം എഴുതി കഴിഞ്ഞ് വന്നു, അതങ്ങ് വിട്ടു. പിന്നീട് വന്ന നോട്ടിഫിക്കേഷനിലാണ് ഒരു കോച്ചിങ്ങിന് എവിടെയും കയറിയാലെന്ന് വെച്ചാൽ അങ്ങനെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ബാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒരു 3 മന്ത് ബാച്ച് 2 മന്ത് ബാച്ച് എങ്ങാണ്ട് ക്രാഷ് കോഴ്സ് കണ്ടത്. ഇതൊന്ന് കയറി നോക്കാം, ഇതിൽ കയറിയിട്ട് എന്നാൽ കിട്ടുവാണെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് വെച്ചിട്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ കയറിയത്. നല്ല ക്ലാസ് ആയിരുന്നു. ഫുൾ ക്ലാസ് എനിക്ക് ഓൺലൈനിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ പരമാവധി ക്ലാസ്സുകൾ ഓൺലൈനിൽ കയറാൻ പറ്റി. അത് ഉപകാരപ്രദമായി. അപ്പം ഈ ഫുൾ ടൈം പഠനമായിരുന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും ഫുൾ ടൈം പഠനമല്ല, പല പരിപാടികളുടെ ഇടക്ക് ഒരു പഠനം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പല പരിപാടികൾ എന്തൊക്കെയാ? അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അത്യാവശ്യം ചെറിയൊരു ഗ്രാമീണ വായനശാലയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, പിന്നെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ക്ലബിലുണ്ട്. എല്ലാം കൂടി കൊണ്ടുപോകുന്ന സമയത്ത് ഇതും കൂടി അങ്ങ് കൊണ്ടുപോയി പഠനം. അപ്പം ഒരു എക്സ്ക്ലൂസീവ് പഠനമൊന്നും അല്ല, ഒരു അല്ലേ, പാസീവായിട്ട് എല്ലാം കൂടെ ഉള്ള ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കാൻ അതൊന്നും എനിക്കില്ല, എനിക്ക് ആവൂല. വീട്ടുകാരോട് ചോദിച്ചാൽ 5 മണിക്കൂറും ഫോൺ കുത്തിരിക്കാണെങ്കിൽ ചിലപ്പോൾ 5 മണിക്കൂറല്ല 10 മണിക്കൂർ ഇരിക്കും. പഠനം അങ്ങനെ ആവില്ല. ഇല്ല സമയം, അത് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും. ആ സമയത്ത് പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ എക്സാം ഒക്കെ എടുക്കുമ്പോൾ ട്രാവലിംഗിലും ഒക്കെ ആ സമയത്തൊക്കെ പിന്നെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാണ്. പഠനം ഇതിൽ കൂടെ തന്നെ ഓൺലൈനിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ പഠിക്കാൻ ഒരു PSC ആസ്പിരന്റ് ആയിട്ടാണ് തുടക്കം. 8 വർഷം മുമ്പ് PSC ആസ്പിരന്റ്. അതിൽ നിന്ന് പിന്നെ കോപ്പറേറ്റീവിലേക്ക് ഒരു ചാട്ടം. അതിൽ നിന്ന് കോപ്പറേറ്റീവിലെ ചാട്ടം എന്ന് പറഞ്ഞാൽ അന്നേരം പരീക്ഷ എഴുതുമായിരുന്നു. ഇപ്പോഴും PSC പരീക്ഷ എഴുതുന്നുണ്ട്, പക്ഷെ അത് പഠിച്ചിട്ട് എഴുതുന്നില്ല. PSC അപേക്ഷിക്കും, പോവും, പരീക്ഷ എഴുതും, അങ്ങനെ വരും. കിട്ടുന്നുള്ള ഉറപ്പില്ല, കാരണം നോക്കുപോലുമില്ല, കാരണം കിട്ടാൻ ചാൻസ് ഇല്ല എന്നറിയാം. ബാങ്കിലേക്ക് നോക്കി എന്താ വെച്ചാല്, നമുക്ക് കുറച്ച് നാളെ കഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഒരു ബാങ്കിലേക്കായിട്ട് കിട്ടും. കാരണം ഒരു PSC പരീക്ഷയിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ പോലും ചിലപ്പം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് സാധാരണ ബാങ്കിന്റെ വേക്കൻസി കുറവാണ്, അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന പരീക്ഷാർത്ഥികളുടെ എണ്ണവും കുറവാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്കായാലും പ്രിപ്പയർ ചെയ്യാം. ഒരേ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേറൊരു ബാങ്കിലേക്കായാലും നോക്കിയിട്ട് പരീക്ഷക്കാരെ കയറാൻ പറ്റും. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബികോം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കോപ്പറേറ്റീവില്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ മറന്നുപോയില്ലേ?
മറന്നുപോയി. പക്ഷെ നമുക്ക് അത്യാവശ്യം എനിക്ക് കൊമേഴ്സ് ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തതാണ്. ഞാനിപ്പം അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാങ്കിങ് മേഖലയിലേക്ക് തിരിഞ്ഞത്. അപ്പം മറന്നൊന്നും പോയില്ല. മറന്നാലും നമ്മൾ അത്യാവശ്യം നോട്ട്സ് നോക്കുന്നുണ്ട്. അത്യാവശ്യം ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് വരുന്നുണ്ടല്ലോ. എല്ലാം പൂർണ്ണമായിട്ട് ഓർമ്മയില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അത് ചോദ്യം ഉത്തരം വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതന്നെയാണ്. അങ്ങനെ കവറപ്പ് ചെയ്തു. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? അങ്ങനെ വെച്ചാൽ പരമാവധി കൊമേഴ്സ് കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുക. പിന്നെ മെന്റൽ എബിലിറ്റി കൂടി മാക്സിമം നോക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷും പൊതുവിജ്ഞാനം ചിലപ്പോൾ എല്ലാം കിട്ടിയെന്ന് വരില്ല. കാരണം കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷും പൊതുവിജ്ഞാനം ഒഴിവാക്കണമെന്നല്ല, അത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളതിലും കൂടി പരമാവധി മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. അത് പോയാലും ഇതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം. എത്ര വർഷം അപ്പൊ സാധാരണ രീതിയിൽ ഈ ബികോം ഒക്കെ കഴിയുന്ന ആൾക്കാർക്ക് ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ പ്രൈവറ്റ് ഏതെങ്കിലും അക്കൗണ്ടന്റ് ആയിട്ട് പോവുകയൊക്കെ ആയിരിക്കും. പിന്നീടായിരിക്കും ഇങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിലേക്കായിരിക്കും അതിൽ തന്നെ ഇൻസ്പെക്ടർ അങ്ങനെ PSC വിളിക്കുന്ന ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. അപ്പൊ പലപ്പോഴും അവർ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സബ്ജക്ട് നോളജ് പോയി, ഇനി എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചത് മൈൻഡിൽ എവിടെയെങ്കിലും ഒക്കെ മറന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. പറ്റും. പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഒരു 80% എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ജിതിന്റെ ഒരു യാത്ര അല്ലേ, ഒരു എക്സ്പീരിയൻസിൽ അതാണ്. 8 വർഷക്കാലം കഴിഞ്ഞ ശേഷം ജിതിന് 36ാമത്തെ വയസ്സിൽ അല്ലേ, 36ാമത്തെ വയസ്സിലാണ് ഈ ഒരു റാങ്കിലേക്ക് എത്തുന്നത്. പിന്നെ എന്താണ് ഒരു മത്സര പരീക്ഷയിലേക്ക് ഇറങ്ങിയപ്പം ജിതിന് ആദ്യം മനസ്സിൽ കൊണ്ടുവന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് മുമ്പ് പരീക്ഷയൊക്കെ എഴുതിയിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ പോവും എഴുതും, PSC അപേക്ഷിക്കുന്നതുകൊണ്ട് പോയി എഴുതുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. ആ ജനുവരിയിൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും ഇതേപോലെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നാളെ എന്നെ ആരും ഇറക്കി വിടില്ലല്ലോ, തൽക്കാലം കയറിയതല്ലോ, ഒരു പെർമനന്റ് ആയിട്ട് കയറിയതല്ല, അങ്ങനെ ഇറക്കില്ലല്ലോ എന്നുള്ള ചിന്തയാണ് പിന്നീട് ആ പരീക്ഷക്ക് പഠിക്കാനായാലും ഒരു വാശി ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ അടുത്ത പരീക്ഷക്ക് കയറണം എന്നുള്ളൊരാഗ്രഹം. അതെ അതെ, അതായത് ഒരു ഫെയിലിയർ ഉണ്ടായാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതൊരു ഒരു ഉദ്യോഗാർത്ഥി മനസ്സിൽ കൊണ്ടുവരാൻ നല്ലൊരു ആശയമാണ് അല്ലേ. എല്ലാവർക്കും ചിലപ്പം പരാജയങ്ങൾ തളർത്താറുണ്ട്. തീർച്ചയായും എനിക്കും വിഷമമുണ്ട്. ഓൾറെഡി 2ാം റാങ്ക് വന്നിട്ടും എനിക്ക് എവിടെയും കയറാൻ പറ്റാതെ ഭയങ്കര വിഷമമുണ്ട്. കിട്ടുന്ന തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് 2ാം റാങ്കായി, കാര്യമില്ല. പക്ഷെ ഇനി അടുത്തതില് 2ാം റാങ്ക് കിട്ടിയാൽ കയറാൻ പറ്റിയെങ്കിലും എന്നുള്ള ചിന്ത പറയാൻ പറ്റില്ല. നമുക്ക് 2 വേക്കൻസി, അതിൽ കൂടുതൽ വേക്കൻസികൾ വന്നാല് ചിലപ്പോൾ കയറാൻ പറ്റുമെങ്കിലും ആ ഒരു ചിന്തയാണ് ഇപ്പോൾ. അപ്പം ഒരു ഉദ്യോഗാർത്ഥി ആയിരുന്നിട്ട് ഇപ്പം അത്യാവശ്യം PSCയുടെ കാര്യങ്ങളൊക്കെ അല്ല കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തുടങ്ങി അല്ലെ. ഇപ്പൊ ഇനിയിപ്പം ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ എത്ര സമയങ്ങൾക്കുള്ളിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കഴിഞ്ഞ കുറച്ച് 6 മാസത്തെ ഒരു പ്രിപ്പറേഷൻ വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങനൊന്നും സമയം നോക്കിയിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 80 മുതൽ 90 ചോദ്യങ്ങൾക്ക് വരെ ഉത്തരം എഴുതാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. 80 മുതൽ 90 ചോദ്യങ്ങൾ വരെ. പിന്നെ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് സമയം നോക്കിയിട്ട് ബാക്കിയുള്ളത് ജസ്റ്റ് ചെയ്യാറാണ്. എത്ര വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും? ഞാൻ ഓൺലൈനിലുള്ള ചോദ്യം പേപ്പർ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ തരുന്നതാണ് കണ്ടിട്ടുള്ളത്. പുറത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം അവിടെ തരുന്നതാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പം എല്ലാ വിഷയത്തിനും ഈ പറയുന്ന ഇംഗ്ലീഷിനായാലും GK ആയാലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരുന്നോ പഠിക്കുന്ന സമയത്ത്? ഇല്ല, ഞാൻ ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. അത്യാവശ്യം പഴയ ഒരു ഓർമ്മ വെച്ച് മാത്രം അങ്ങനെ ജസ്റ്റ് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് ഒന്നും എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് കയറൂല. ഇപ്പൊ കണക്ക് മെന്റൽ എബിലിറ്റി ആണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ചിലപ്പോൾ ആൻസർ കിട്ടും, പക്ഷെ അത് പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന് മാത്രം. ആ രീതിയിലായിരിക്കില്ല, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടും. ചിലപ്പോൾ എന്റേതായ രീതിയിൽ ഞാൻ ഒരു 10 ചോദ്യം ഉണ്ടെങ്കിൽ 6-7 ചോദ്യങ്ങൾക്ക് വരെ ചിലപ്പോൾ കിട്ടും. പക്ഷെ അത് ചിലപ്പോൾ അതിൽ ഉള്ള പോലെ ആയിരിക്കില്ല എന്ന് മാത്രം. എന്നെ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല, എന്റേതായ മൈൻഡിൽ ഞാൻ കിട്ടാറുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും ഇപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്റെ റാങ്ക് പുറകിലാണ്, ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ റാങ്ക് പുറകിൽ അങ്ങനെയൊന്നും ഉള്ള ഒരു വിഷയം ഒന്നുമില്ല. ഇല്ല, ഹാപ്പിയാണ്. ആ റാങ്കിലൊക്കെ ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് എഴുതിയാലും പഠിക്കാതെ പോയിട്ട് എഴുതിയിട്ടല്ല, അത് നോക്കിയിട്ടേ ഇല്ല. പക്ഷെ അത് 2ാം റാങ്കിൽ എത്താൻ പറ്റില്ല എന്നുള്ള സന്തോഷം മാത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീറ്റീവ് ക്രാക്കറുമായിട്ടുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ ക്ലാസ്സിൽ വൈകുന്നേരങ്ങളെ സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഓൾറെഡി നമ്മുടെ വാട്സപ്പിൽ. അതുകൊണ്ട് നമുക്ക് പിന്നീട് സമയം കിട്ടുന്ന സമയത്തായാലും നോക്കാൻ പറ്റും. കാരണം കറക്റ്റ് ടൈമിന് എനിക്കിപ്പം 8 മണിക്കോ 7 മണിക്കോ ക്ലാസ് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് കയറാൻ പറ്റുന്നില്ല. പല പരിപാടികളിൽ ഇടക്കാണല്ലോ. അതിൽ പിന്നീടായാലും കാണാനും അത്യാവശ്യം നോക്കാനും പറ്റുന്നുണ്ട്. പിന്നെ മെന്ററാണ് ഭയങ്കര സപ്പോർട്ടീവാണ്.
എന്തുണ്ടെങ്കിലും ഇപ്പം പുതിയ മെമ്പർ ആയാൽ പോലും ഞാൻ പഴയ സാറിനെ വിളിക്കാറ്. പുതിയ ബാച്ചിൽ ചേർന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും പഴയ ആളെ വിളിക്കാറുള്ളത്. നല്ല ഭയങ്കര, കാരണം സാറാണ് എന്നെ വിളിച്ചിട്ട് നിനക്ക് 2 സ്ഥലത്ത് 2 റാങ്ക് ഉണ്ട് എന്നോട് പറഞ്ഞത്. റിസൾട്ട് ഒക്കെ നോക്കി തരും ഞങ്ങള്. അല്ല ഞാൻ അത് പിന്നെ ഇത് വന്നു ഏത് മറ്റേ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് അല്ല, അതിന് മുമ്പത്തെ എക്സാം റിസൾട്ട് ഷാപ്പില് അങ്ങനെ ഉള്ളത് ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ വന്നിട്ടുണ്ടോ നോക്കിക്കോന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ട് വന്ന സമയത്ത് റിസൾട്ടിന് 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ റിസൾട്ട് വരാത്തോണ്ടൊരു വിഷമം, കുറെ ആയില്ലേ എഴുതി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കയറാനായല്ലോ വെച്ചിട്ട്. എന്നാലും അങ്ങനെ CSEB വിളിച്ച സമയത്തും അവര് പിന്നെ കുറച്ചും കൂടി കഴിയുന്ന പറഞ്ഞത്. പക്ഷെ ഞാൻ വിളിച്ചതിന്റെ 2ാമത്തെ ദിവസം ചിക്കുമോൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ അജിതിന് റിസൾട്ട് വന്നു കേട്ടോ. ഞാൻ ചോദിച്ചാൽ സാറേ നോക്കിയിട്ടുണ്ട്, 2 റാങ്ക് ഉണ്ട്, 3 വന്നത്, 3 ബാങ്കിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു, അതിൽ 3 വന്നു, 2 റാങ്ക് ഉണ്ട് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ 2 റാങ്കാണ്, ഭയങ്കര ഹാപ്പി. ആ സമയത്ത് എന്ത് പറഞ്ഞു? അമ്മക്ക് ഭയങ്കര സന്തോഷം. എന്നോട് നീ ഇത്രയും പെട്ടെന്ന് പിടിച്ചോ? കാരണം ഞാനങ്ങനെ ഓൾറെഡി ഫോൺ നോക്കുന്നുണ്ട്, ഫോണിൽ മാത്രമാണെന്നാണ് അമ്മ പറയുന്നത്. ഇപ്പോഴും ഫോണിൽ നോക്കിയാല് ഹെഡ്സെറ്റ് വെച്ച് നോക്കുകയാണ് അമ്മ പറയാം 24 മണിക്കൂർ ഫോൺ യൂസിങ് അല്ലേ പറയും. ഞാൻ ഈ യൂട്യൂബിൽ കാണുവാണ്, ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുള്ളത് അമ്മ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പൊ അമ്മ ഞെട്ടി. പിന്നെ അയ്യോ ഭയങ്കര ഞെട്ടലായിരുന്നു. അനിയത്തി എന്ത് പറഞ്ഞു? അനിയത്തി അബുദാബിയിലാണ് അല്ലേ? അനിയത്തി അബുദാബിയിലാണ്, മാരീഡ് ആണ്, ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നഴ്സായിട്ട് വർക്ക്. എന്താണ് അനിയത്തിയുടെ പേര്? അക്ഷയ നാരായൺ. അക്ഷയ നാരായൺ. ഓക്കെ. എത്ര വർഷമായി അബുദാബിയിൽ എത്തിയത്? ഒരു 4 വർഷമായി. 4 വർഷമായി. ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നത്. അച്ഛൻ ടൗണിൽ തന്നെയാണ്, ചെറുപുഴ ടൗണിൽ ഒരു ഹോട്ടലിൽ. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ, ജിതിന്റെ വിശേഷങ്ങൾ. അതാണ്. അങ്ങനെയാണെങ്കിൽ ജിതിന് വരാൻ പോകുന്ന ആസ്പിരൻസോട് എന്തായിരിക്കും പറയാനുള്ളത്? ഒന്ന് ശ്രമിച്ചാല് ആർക്കും കിട്ടില്ല എന്നുള്ള വിചാരത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ പരീക്ഷ എഴുതിയാലും പഠിക്കാതെ പോയി എഴുതുന്ന വ്യക്തിയായിരുന്നു. PSC അപേക്ഷിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കുറച്ച് ശ്രമിച്ചുകൊണ്ടാണ് എനിക്ക് 2 റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. അങ്ങനെ ഏതൊരാൾക്കും വേണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റും. ബികോം കോർപ്പറേഷൻകാർക്ക് പ്രത്യേകിച്ച് ബാങ്കിൽ, കാരണം നല്ല സാലറി സ്കെയിലാണ്. എൻ്റെ ഒക്കെ ധാരണ ഗ്രേഡ് പേ കാണുമ്പോൾ ചെറിയ ശമ്പളം ഉള്ളതാണ്. പിന്നീട് അന്വേഷിച്ച സമയത്താണ് നല്ല ബെറ്റർ സാലറിയോട് കൂടിയിട്ട്, നല്ല സാലറിയോട് എല്ലാ ബെനിഫിറ്റും വീടിനടുത്തുള്ള ബാങ്ക്. അതെ. പിന്നെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഉണ്ട്, ആൾക്കാരുണ്ട്. എനിക്കൊന്നും കുറച്ചും കൂടി കൂടുതൽ, ഞാനിപ്പം എക്സാമിന് പോയ സ്ഥലത്തൊക്കെ കാണുന്നത് കൂടുതലും ഒരു 70-80% പേരും ലേഡീസ് ആണ്. ജെൻസ് തീരെ കുറവാണ്. തീരെ കുറവെന്നാൽ ചിലപ്പോൾ 2-3 പേരൊക്കെ ഒരു ക്ലാസ്സിൽ ജെൻസ്. പക്ഷേ ബികോം കോർപ്പറേഷൻ പഠിച്ച ഒത്തിരി പേരുണ്ട്. പലർക്കും ഇതിനെപ്പറ്റി അവെയർ അല്ലാത്തതുകൊണ്ട് അറിയില്ല. കാരണം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അന്ന് നാണക്കേടാ ഈ ഒറ്റയ്ക്ക് എങ്ങനെയാ പരീക്ഷയ്ക്ക് ഇരിക്കല് വെച്ചിട്ട്. പക്ഷെ ആമ്പിള്ളേരെ എന്നെക്കാട്ടും പെമ്പിളാണ് കൂടുതൽ ചെയ്തത്. അപ്പം അതാണ് ഉപദേശിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മതി. ആ ഒരു ജോലി കിട്ടണമെന്ന് വെച്ചിട്ട് എല്ലാവരും പറഞ്ഞ, കാരണം PSC പോലെ 2 വർഷം കഷ്ടപ്പെടണം, പിന്നെ 2 വർഷം കാത്തിക്കണമെന്നും പറയാൻ പറ്റില്ല. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം എങ്ങനെയും കഷ്ടപ്പെടുക. അത് കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ അടുത്തല്ല 3 എക്സാം കണ്ടിന്യൂസ് 3 എക്സാമിൽ ഏതെങ്കിലും ഒന്നിൽ എന്തായാലും കിട്ടും, ഉറപ്പാണ്. അപ്പൊ വീണ്ടും കാണാം, പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കുറെ PSC എക്സാംസും ഒക്കെ ലഭിക്കട്ടെ അല്ലെ. അപ്പം ആഗ്രഹിച്ചതുപോലെ എൻഗേജ്ഡ് ആയിട്ട് എപ്പോഴും ഇരിക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.